ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ വിഷ്ണുവിൻ്റെ ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിഷ്ണു ഒരുപാട് തവണ തൻ്റെ അമ്മയോട് പറയുന്നുണ്ട് ആ ഡോറ് തുറക്കുകയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാഘവൻ പറയുന്നുണ്ട്, നീ ചെയ്യുന്നത് വല്ലാതെ അതിരി കിടക്കുന്നു ഭാമയെ, നീ അവന് ആ ഡോറ് തുറന്നു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, കണ്ടവന്മാരുടെ കുഞ്ഞിൻ്റെ അച്ഛനാവാനൊന്നും എൻ്റെ മകനെ ഞാൻ വിടില്ല. ആർക്കോ ഉണ്ടായ ഒരു കുഞ്ഞാണത്, അതിനെ എന്തായാലും അച്ഛനാവാനും ഫാദേഴ്സ് ഡേ ആഘോഷിക്കാനും ഈ സത്യഭാമ സമ്മതിക്കില്ല എന്ന് പറയണ്ട. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ കഥക് തല്ലി പൊളിക്കുന്നുണ്ട് കേട്ടോ. അമ്മയോട് തുറക്കാനാണ് പറഞ്ഞത്, അല്ല എങ്കിൽ ഞാനിത് ചവിട്ടി പൊട്ടിക്കും. നീ എന്ത് തന്നെ പറഞ്ഞാലും ആ ഫാദേഴ്സ് ഡേ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിന്നെ ഞാൻ പറഞ്ഞു വിടുള്ളൂ. അമ്മ, ഞാൻ പപ്പിക്ക് കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം. പപ്പിക്കാണെങ്കിലും ആർക്കാണെങ്കിലും നീ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടോ. ഈ സമയം ശ്യാമയും രോഹിത്തും കൂടി ഇങ്ങനെ സ്കൂളിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യയും പപ്പിയും ഒരുമിച്ച് കാണുകയാണ്. അപ്പോൾ സത്യ വളരെ വിഷമത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും അച്ഛനും അമ്മയും ഒക്കെ എത്തിയിരിക്കുകയാണ്. എന്നാൽ സത്യയുടെ അമ്മയും ഇല്ല, അച്ഛനും ഇല്ല കേട്ടോ. അപ്പോൾ സത്യ ഇവരോട് സംസാരിക്കുന്നില്ല. അത് കാണുന്ന പപ്പി പറയണേ, നീ സങ്കടപ്പെടേണ്ട, ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ തന്നെ പപ്പി, എന്ത് പരിഹാരം? ഒരു പരിഹാരവും നിന്നെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്ത് അതൊക്കെ നിനക്ക് വരുമ്പോൾ കാണാമെന്ന് പറയണേ. പിന്നീട് എൻ്റെ അച്ഛനെ ഇവിടെ കണ്ടില്ലെങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കില്ലേ, മത്സരത്തിൽ പങ്കെടുക്കണം, ഇവിടെ മത്സരമുണ്ട്, അതുകൊണ്ട് എല്ലാവരുടെയും അച്ഛൻ അവരുടെ മക്കളെ എടുത്തിട്ടുള്ള ആ ഒരു മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, എൻ്റെ അച്ഛനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ആര് പറഞ്ഞു നിൻ്റെ അച്ഛനില്ലാന്ന്? നിൻ്റെ അച്ഛൻ ഇവിടെ വരും എന്നിങ്ങനെ പപ്പി സത്യയോട് പറയണം കേട്ടോ. അപ്പോൾ ശാലിനി ആണെങ്കിൽ ഒരു സൈഡിലൂടെ ഇങ്ങനെ യാത്ര തിരിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തണം രാമേട്ട, എൻ്റെ കുഞ്ഞിൻ്റെ പരിപാടിയാണ്, അവളെ അവിടോട്ട് എത്തണം എന്നൊക്കെ പറയുമ്പോൾ, മോളെ എനിക്ക് പറ്റാവുന്ന സ്പീഡിൽ ഞാൻ വണ്ടി എടുക്കുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുമെങ്കിലൂടി അതിലൊരു അർത്ഥമാവില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ അലറി വിളിക്കൊണ്ടിരിക്കുകയാണ്, അമ്മ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, ക്ഷമ പരീക്ഷിക്കുന്നതിൽ ഒരു പരിധിയുണ്ട്, പരിധി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം എന്തെന്ന് അമ്മക്ക് മുന്നിൽ ഞാൻ കാണിക്കും, അതിന് നിൽക്കണ്ട. അമ്മ പെട്ടെന്ന് ഡോറ് തുറക്കുന്നുണ്ടോ എന്ന് ഒരുപാട് തവണ ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇല്ല, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഡോറ് തുറക്കില്ല എന്ന് പറയുമ്പോഴാണ് കേട്ടോ കമലൻ അങ്ങോട്ട് കയറി വരുന്നത്. കമലനെ കാണുന്ന സത്യഭാമക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലൻ ഇങ്ങനെ പറയാണ്, വിഷ്ണു ആശാനെ കാണണല്ലോ, ഓ അവൻ്റെ ഒരു വിഷ്ണു ആശാൻ എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു സത്യഭാമ. അവന് വരാൻ കൊണ്ടൊരു സമയം. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈശ്വരൻ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തായാലും കമലൻ എത്തിയത് ദൈവം പറഞ്ഞയച്ചതിന് തുല്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തായാലും കമലിന് കഴിയായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതൊന്നും കമലിന് അറിയില്ല. അങ്ങനെ കമലൻ സത്യഭാമയുടെ മുന്നിലോട്ട് എത്തിയിട്ട് ചോദിക്കുകയാണ്, വിഷ്ണു ആശാനെ ഒന്ന് കാണുന്ന, ഒരു അർജൻറ്റ് കാര്യം പറയാനുണ്ട് എന്ന് പറയാം കേട്ടോ. ഇതേ സമയം രാഘവൻ വിഷ്ണുവിനെ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു ഇവിടെ ഇല്ല, വിഷ്ണു ഒരു അത്യാവശ്യ കാര്യത്തിന് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും സത്യഭാമ, എടാ അത് പച്ചക്കള്ളമാടാ, അത് നീ വിശ്വസിക്കരുത് എന്ന് സത്യഭാമ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാൻ ഇങ്ങനെ കമലൻ നിൽക്കുന്നില്ല. അങ്ങനെ വീണ്ടും പറയാണ്, വിഷ്ണു ആശാൻ എവിടെ പോയിരിക്കുകയാണ്? അതൊന്നും എനിക്കറിയില്ല, അവനെ ഇങ്ങോട്ടോ പോയിരിക്കുന്നു, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് സത്യഭാമ കമലനോട് പോയിക്കോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ രാഘവൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നീ പോവല്ലേ, വിഷ്ണുവിനെ രക്ഷിക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ കമലിന് കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കമലൻ അവിടെ നിന്നങ്ങ് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ വിഷ്ണു ഈ സൗണ്ട് എല്ലാം കേട്ടിരിക്കുകയാണ്. കമലൻ താഴെ വന്നത് വിഷ്ണു കേട്ടിരിക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ കമലൻ ഇങ്ങനെ, ആശാനെ കാണാൻ ഇനിയിപ്പോൾ എന്താ വഴി, ആശാനാണെങ്കിലോ എവിടെയാണെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുക്കുമ്പോഴേക്കും വിഷ്ണു കാണാം കമലൻ്റെ ഫോണിലോട്ട് വിളിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ആശാനെ ഒന്ന് പെട്ടെന്ന് കാണല്ലോ, ആശാൻ ഇത് എവിടെയാണെന്ന് പറയുമ്പോൾ, എടാ ഞാനിവിടെ ഉണ്ടടാ എന്ന് പറയുമ്പോൾ, എവിടെ ആശാനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയണേ, എടാ എൻ്റെ അമ്മ എന്നെ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്, നീയൊന്ന് എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ആശാൻ പറയുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഉടൻ തന്നെ, അത് ഞാൻ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്, സത്യയുടെ അച്ഛനായി ഇന്ന് ഫാദേഴ്സ് ഡേക്ക് ഞാൻ പോവാമെന്ന് പപ്പിക്ക് വാക്ക് കൊടുത്തിരുന്നു, പക്ഷേ അത് നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറയുമ്പോൾ, ശരി ആശാനെ എന്ന് പറയാം കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. പപ്പി ഇങ്ങനെ പറയാണ്, സത്യം നീ വിഷമിക്കല്ലേ, എല്ലാവരുടെയും പേരൻസ് തുടങ്ങി ഏകദേശം ബോട്ടിക്കുള്ള ഒരു സമയമായി, അപ്പോൾ ആ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ എല്ലാ കുട്ടികളും എന്നെ കളിയാക്കും, അച്ഛനില്ലാത്തവൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കും, അച്ഛൻ വന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും എത്തിയില്ല. അപ്പോൾ ഉടൻ തന്നെ പപ്പി പറയാണ്, വിഷ്ണുവച്ചനൊന്ന് വിളിച്ചു നോക്കുക അമ്മയെന്ന് പറയാനേട്ടാ. അപ്പോൾ ക്ഷമ എന്ത് ചെയ്യുന്ന വിഷ്ണുവിൻ്റെ ഫോണിലോട്ട് വിളിക്കാനേട്ടാ. അങ്ങനെ ഈ സമയത്ത് വിഷ്ണു
വിഷ്ണു ഡോറിൽ ഇങ്ങനെ അടിച്ചും കൊണ്ടിരിക്കുകയാണ്. അമ്മ കതക് തുറക്കുന്നുണ്ടോ എന്നിങ്ങനെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമയുടെ ഫോണാണെന്ന് കാണുമ്പോൾ വിഷ്ണു എടുക്കുകയാണ്. എന്താ ശ്യാമേ, വിഷ്ണു ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടോ വിഷ്ണുവേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നെ അമ്മ റൂമിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. എന്താ ഈ പറയുന്നത്? അതെ, ഞാൻ റൂമിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഫാദേഴ്സ് ഡേക്ക് സത്യയുടെ അച്ഛനായി വരാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അത് കേട്ടിട്ട് ശ്യാമക്ക് തന്നെ പുച്ഛം തോന്നാനായിട്ട് ഈ സത്യാമ്മ എന്തിനാണ് ഇങ്ങനെ ഈ പാപങ്ങൾ ഇങ്ങനെ പേറുന്നു എന്ന ഭാവത്തിൽ ഇങ്ങനെ ശ്യാമ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം പപ്പി ചോദിക്കുന്നുണ്ട്, എന്താ വിഷ്ണുവച്ചൻ എവിടെ? വിഷ്ണുവച്ചൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് മോളെ, ഇനി സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ശാലിയാണ് കാണിക്കുന്നത്. ശാലി രാമേട്ട കുഞ്ഞിന് അവിടെ മത്സരം തുടങ്ങിയിട്ടുണ്ടാവും, അച്ഛനോ ഇല്ല, അവൾക്ക് ഞാനെങ്കിലും എത്തിയില്ലെങ്കിൽ അവൾക്കത് വിഷമമാകുന്നൊക്കെ പറയുമ്പോൾ സത്യകരച്ചിലോ തുടങ്ങിയിട്ടോ. ഞാനിനി എന്താ ചെയ്യുക, എൻ്റെ അച്ഛനെ എൻ്റെ അടുത്തെത്തില്ലല്ലോ, ഞാനിനി എന്ത് ചെയ്യും? എൻ്റെ അച്ഛനില്ലാത്ത ഈ മത്സരത്തിൽ എനിക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഇവിടെ സത്യഭാമക്കാണെങ്കിലോ ഇങ്ങനെ ഒരു ഫോൺ കോൾ വരാനായിട്ട്. അപ്പോൾ സത്യഭാമ ഇരിക്കുന്ന സോഫയിൽ തന്നെയാണ് ആ ഒരു ഡോറിൻ്റെ ലോക്ക് ചാവി വെച്ചിരിക്കുന്നത്. അങ്ങനെ സത്യഭാമ ഇങ്ങനെ ഫോൺ കോൾ വരുമ്പോൾ ഹലോ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ കമലൻ കാണാൻ തിരികെ വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ കമലനെ രാഘവൻ കാണാണ്. അപ്പോൾ രാഘവൻ പറയണേ, എടാ ചാവി ഇതടാ ഇവിടെ, ഇനി വിഷ്ണുവിനെ ഒന്ന് രക്ഷിക്കും പെട്ടെന്ന് എന്ന് പറയട്ടെ. പിന്നീട് ഒന്നും നോക്കില്ല, ആ ചാവി എടുത്ത് പെട്ടെന്ന് കമലെ വിഷ്ണുവിൻ്റെ റൂമിൻ്റെ ഡോറ് തുറന്നു കൊടുക്കാനായിട്ട്. അപ്പോൾ വിഷ്ണു പറയണേ, എടാ എനിക്ക് സത്യയുടെ അച്ഛനായി പോകണം, പപ്പി കൊടുത്ത വാക്കാണ്, ആ കുഞ്ഞിനെ ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കണം, ഞാൻ അവളുടെ അച്ഛനാവും, അതുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഈ റൂമിൽ നിൽക്കണം, എന്നിട്ട് നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയും കൊണ്ടേ ഇരിക്കണം, ഞാനാണെന്ന് നമുക്ക് തോന്നണം, ഒരിക്കലും ഈ റൂം തുറക്കേണ്ട സാഹചര്യം നമുക്ക് വരരുത് എന്നൊക്കെ പറയുമ്പോൾ ശരി അശനാശന് വേണ്ടി എന്ത് ഞാൻ ചെയ്യാം, എന്നാലും എനിക്ക് പേടിയുണ്ട്, സത്യാമ്മയാണ് ആള് എന്നൊക്കെ പറയുമ്പോൾ നീ പേടിക്കണ്ട, ഞാൻ എത്താമെന്ന് പറയട്ടെ. അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് സത്യഭാമയുടെ കണ്ണ് വെട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കമലനെ റൂം പൂട്ടിയതിന് ശേഷം സത്യഭാമ എവിടെയാണ് ചാവി വെച്ചിരിക്കുന്നത് എന്നുള്ള രാഘവൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇരിക്കുന്ന സോഫയിലാണ്, അവിടെ വെച്ചിട്ട് സത്യഭാമയുടെ കണ്ണ് വെട്ടിച്ചും കൊണ്ട് സത്യയുടെ അടുത്തോട്ട് എത്തുകയാണ് കേട്ടോ. ഇതേ സമയം മത്സരം തുടങ്ങുകയാണ്. എല്ലാവരുടെ അച്ഛനെയും കൊണ്ട് വായോ എന്ന് പറഞ്ഞ മത്സര കളത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സത്യമാണെങ്കിലോ കളത്തിൽ ചെല്ലുകയാണ്. അപ്പോൾ ആരും തന്നെ ഇല്ല. അപ്പോൾ സത്യക്ക് ഭയങ്കര സങ്കടമാവാണ്. ഈശ്വര, ഇനി ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ കളിയാക്കൽ തുടങ്ങുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സത്യം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തൊട്ടരികിൽ കാണാം വിഷ്ണു വന്ന് നിൽക്കുന്നു കേട്ടോ. വിഷ്ണുവിനെ കാണുന്ന പപ്പി സന്തോഷിക്കുകയാണ്. എൻ്റെ വിഷ്ണു അച്ഛൻ വന്നതെന്ന് പറയുമ്പോൾ ഇത് ബിഗ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ, നിനക്ക് ഒരു അച്ഛനെ അല്ലേ വേണ്ടത്? ബിഗ് ഫ്രണ്ട് ഇന്നത്തേക്ക് നിൻ്റെ അച്ഛനായിക്കോളൂ, നിൻ്റെ അച്ഛനായി തന്നെ ഈ മത്സരത്തിൽ പങ്കെടുക്കും. ഹായ്, ബെസ്റ്റ് ഐഡിയ ആണല്ലോ. അതെ, നിൻ്റെ അച്ഛൻ ഇനി വിഷ്ണു അച്ഛനാണ്, നീ അച്ഛനായി കണ്ടോളൂ മോളെ എന്നിങ്ങനെ സത്യയോട് ഇങ്ങനെ വിഷ്ണുവും പറയാനായിട്ടാ. അങ്ങനെ ആ മത്സരത്തിൽ വിഷ്ണു പങ്കെടുക്കുകയാണ്. പിന്നീടാണെങ്കിൽ വിഷ്ണു മത്സരത്തിൽ ഇങ്ങനെ ഒരു കോല് കുത്തിയിട്ടുണ്ടാകും, കുഞ്ഞിനെ എടുത്തും കൊണ്ട് അച്ഛൻ ഓടിച്ചെന്ന് ആ കോലെടുക്കണം എന്നുള്ള ആ ഒരു മത്സരമായിരിക്കും, ആ കൊടിയെടുക്കണം എന്നുള്ള മത്സരമായിരിക്കും. അങ്ങനെ വിഷ്ണുവും രോഹിത്തൊക്കെ പോയിട്ട് എടുക്കുന്നുണ്ട്. പിന്നീട് രോഹിത്ത് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് രോഹിത്തിൻ്റെ കാല് മടങ്ങി രോഹിത്ത് അവിടെ വീഴാണ് കേട്ടോ. അപ്പോഴേക്കും സത്യം പറയാണ്, പപ്പി അതവിടെ വീണ് കിടക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നീട് ഒന്നും നോക്കില്ല, വിഷ്ണു ഓടിച്ചെന്നിട്ട് ആ കുഞ്ഞിനെയും തൻ്റെ മറ്റേ കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് രണ്ട് കുഞ്ഞിനെയും ഇങ്ങനെ എടുത്തും കൊണ്ട് വിഷ്ണു ആ മത്സരത്തിൽ ഫസ്റ്റ് നേടണം. അപ്പോൾ ഇതേ സമയം ഷാലിനി അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഷാലിനി ചോദിക്കുന്നുണ്ട്, പപ്പിമോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സത്യമോൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതാ മത്സരത്തിൽ എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെയാണ് കേട്ടോ കാണുന്നത്. വിഷ്ണു തൻ്റെ മക്കളെ അപ്പുറം ഇപ്പുറം എടുത്തും കൊണ്ട് ഓടി വരുന്ന വിഷ്ണുവിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയണേ, ഇതാണ് ദൈവമുണ്ടെന്ന് പറയുന്നത്, എത്രയായാലും വിഷ്ണു ഏട്ടൻ്റെ കുഞ്ഞല്ലേ സത്യയും പാപ്പി, അത് ദൈവം തന്നെ അവിടെ കാണിച്ചു, രണ്ടുപേരെ ഒരുമിച്ച് വിഷ്ണു ഏട്ടൻ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ.